എന്റെ മകന്റെ ദേഹത്ത് കൈവയ്ക്കുന്നോടാ. സ്ത്രീകളോടും കുട്ടികളോടും എങ്ങനെയാ പെരുമാറേണ്ടെന്ന് നിന്റെ വീട്ടിൽ പഠിപ്പിച്ചു തന്നിട്ടില്ല. കുറച്ചു മുമ്പ് വാഷ്റൂമിൽ വെച്ച് തന്നോട് അങ്ങനെയൊക്കെ പറഞ്ഞ ആള് തന്നെയാണോ ഇതെന്ന് നീലിമയ്ക്ക് സംശയം തോന്നി. അപ്പോഴേക്കും സിദ്ധാർത്ഥ് ആദിയെ തട്ടിത്തെറിപ്പിച്ചിരുന്നു. ദേഷ്യത്തോടെ സിദ്ധാർത്ഥിന്റെ അടുത്തേക്ക് പാഞ്ഞെടുത്ത ആദിയെ സിദ്ധാർത്ഥ് ചവിട്ടി വീഴ്ത്തി. അപ്പോഴേക്കും അവിടേക്ക് ഓടിയെത്തിയ സിദ്ധാർത്ഥിന്റെ ബോഡി ഗാർഡ്സ് ആദിയെ ഒരടി മുന്നോട്ട് വെക്കാനാകാത്ത വിധത്തിൽ തടഞ്ഞു നിർത്തി. സിദ്ധാർത്ഥ് പാർക്കിലേക്ക് പോയത് തനിച്ചൊന്നുമല്ല, ലാവണ്യ പറഞ്ഞു. അപ്പോൾ ഗീതയ്ക്ക് എന്തോ ചെറിയ സംശയങ്ങൾ തോന്നി. അവൾ പറയാൻ പോകുന്നത് നീലിമയുടെ കാര്യമാണോ എന്ന് ഗീത ആലോചിച്ചു. താൻ പറയുന്ന കാര്യം ഗീതയ്ക്ക് നന്നായി കൊള്ളുന്നുണ്ടെന്ന് മനസ്സിലാക്കിയ ലാവണ്യ ഉടനെ പറഞ്ഞു. അവൻ ആ നീലിമയും കുഞ്ഞിനെയും കൂട്ടിയാണ് ഇന്നലെ പാർക്കിൽ പോയത്. അവിടെ നിന്ന് പിന്നെ ബീച്ചിലേക്കും പോയി. അങ്ങനെ ഇന്നലെ മൊത്തം അവൻ അവരുടെ കൂടെ തന്നെയായിരുന്നു. എന്നിട്ടാണോ ആന്റി അവന് സമയമില്ലെന്ന് പറയുന്നത്? ഇവിടെ വരാനൊക്കെ അത്രയ്ക്ക് സമയം വേണോ? ലാവണ്യ എരുതിയിൽ എണ്ണ ഒഴിക്കുന്ന മട്ടിൽ പറഞ്ഞു. ഇതൊക്കെ സത്യമാണോ? നീ കണ്ടോ? ഗീത ചോദിച്ചു. അപ്പോൾ താനത് നേരിൽ കണ്ടുവെന്ന് പറഞ്ഞാൽ ഉറപ്പായും ഗീത സിദ്ധാർത്ഥിനോട് പോയി ചോദിക്കുമെന്ന് ലാവണ്യയ്ക്ക് ഭയം തോന്നി. അന്നൊരിക്കൽ ഗീതയോട് സംസാരിച്ചതിന് സിദ്ധാർത്ഥിന്റെ കയ്യിൽ നിന്ന് കണക്കിന് കിട്ടിയതാണ്. അതോർത്ത് ലാവണ്യ ഉടനെ പറഞ്ഞു. ഞാൻ കണ്ടില്ല ആന്റി, എന്നോട് ഒരു പരിചയക്കാരൻ പറഞ്ഞതാ. ഇപ്പൊ തന്നെ നാട്ടില് അവന് ഭാര്യയും മകനും ഉണ്ടെന്നാ കേൾവി. ഇങ്ങനെ കൊണ്ടു നടക്കാൻ കൂടെ തുടങ്ങിയാൽ സിദ്ധാർത്ഥിന്റെ ഭാവിയെ തന്നെ ബാധിക്കില്ലേ? അത് മാത്രമല്ല, നിങ്ങളുടെ കുടുംബത്തിന്റെ അന്തസ്സോ? ലാവണ്യ വീണ്ടും ചോദിച്ചു. അത് കേട്ട് ഗീത എന്തോ ആലോചിച്ചുകൊണ്ടിരുന്നു. ഗീത മറുപടി പറയാത്തത് ശ്രദ്ധിച്ച ലാവണ്യ അവരോട് ഉടനെ ഇങ്ങനെ ചോദിച്ചു. അല്ല, ഇനി അഥവാ നീലിമയെ സിദ്ധാർത്ഥ് പ്രണയിക്കുന്നുണ്ടെങ്കിലോ? അവനെങ്ങാനും അവളെയും കൊണ്ട് ഈ വീട്ടിൽ വന്നിട്ട് അവൾ ഇഷ്ടമാണെന്ന് പറഞ്ഞാൽ ആന്റി സ്വീകരിക്കുവോ? ലാവണ്യ ചോദിച്ചത് കേട്ട് ഗീതയ്ക്ക് വല്ലാത്ത ദേഷ്യം വന്നു. മോൾ എന്തേ ചോദിക്കുന്നത്? ഒരു സമ്പത്തുമില്ലാത്ത കുടുംബത്തിൽ നിന്ന് അവൻ കല്യാണം കഴിച്ചാൽ പോലും ഞങ്ങളത് അംഗീകരിച്ചേനെ. പക്ഷേ നീലിമ എവിടെ ഉള്ളതാണെന്ന് പോലും അറിയില്ല. മാത്രമല്ല, അവൾക്കൊരു കുട്ടിയുണ്ട്. ആ കുട്ടിയുടെ അച്ഛൻ ആരാണെന്ന് പോലും ആർക്കും അറിയില്ല. അവളത് പറഞ്ഞിട്ടുമില്ല എന്നാ തോന്നുന്നത്. അങ്ങനെയുള്ള അവളെ എങ്ങനെ എന്റെ മരുമകളായി സ്വീകരിക്കാൻ പറ്റും? അതൊന്നും നടക്കുന്ന കാര്യമല്ല. ഒരുപക്ഷെ നീലിമയ്ക്കൊരു കുട്ടിയില്ലായിരുന്നെങ്കിൽ ഞാൻ അവൾ അംഗീകരിച്ചേനെ. പക്ഷേ ഇതെനിക്ക് സങ്കല്പിക്കാൻ പോലും പറ്റില്ല, ഗീത പറഞ്ഞു. അപ്പോൾ ലാവണ്യയ്ക്ക് വളരെ സന്തോഷം തോന്നി. നീലിമ, നീ ഇനി എത്ര ശ്രമിച്ചാലും നിനക്ക് സിദ്ധാർത്ഥന്റെ ജീവിതത്തിലേക്ക് കയറി വരാൻ സാധിക്കില്ല. ഇവരെന്തായാലും നിന്നെ വീട്ടിൽ കയറ്റില്ല. അവൻ ഇവരെ എതിർത്ത് ഒന്നും ചെയ്യാനും പോകുന്നില്ല. നീ അവനെ വലവീശി പിടിക്കുമ്പോൾ ഞാൻ അവന്റെ അമ്മയെ തന്നെയാണ് വലവീശിയത്. ഇതുവഴി ഞാൻ അവന്റെ ജീവിതത്തിൽ നയസായി കയറിപ്പറ്റും. നീ അവിടെ അങ്ങനെ ഇരിക്കേയുള്ളൂ. എന്നോട് മുട്ടാൻ നീ ആയിട്ടില്ല, ലാവണ്യ മനസ്സിൽ പറഞ്ഞു. ഗീത വളരെ അസ്വസ്ഥയായിരുന്നു. അവർക്ക് സിദ്ധാർത്ഥ് നീലിമയെ സ്നേഹിക്കുന്നുണ്ടാകുമോ എന്നൊരു പേടി അപ്പോൾ മുതൽ തോന്നാൻ തുടങ്ങി. അല്ല, മോളെന്താ അങ്ങനെ ചോദിച്ചത്? മോളോട് പറഞ്ഞിട്ടുണ്ടോ അങ്ങനെ വല്ലതും? ഗീത ആശങ്കയോട് ചോദിച്ചു. അത് കേട്ട് ലാവണ്യ അവരെ നോക്കി. അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല. പക്ഷേ അവന്റെ പ്രവൃത്തിയൊക്കെ കാണുമ്പോൾ എനിക്ക് തോന്നുന്ന ഒരു സംശയം ഞാൻ ചോദിച്ചെന്നേ ഉള്ളൂ. പിന്നെ പോരാത്തതിന് നീലിമ അവന്റെ കൂടെ എപ്പോഴും ഉണ്ടെന്ന് പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഇതിനെതിരെ എന്തെങ്കിലും ചെയ്യണോ ആന്റി? അവളൊക്കെ ചിലപ്പോൾ സിദ്ധാർത്ഥിന്റെ ക്യാഷ് കണ്ടിട്ടാവും പിന്നാലെ കൂടിയിട്ടുണ്ടാവുക. അത് അനുവദിച്ചു കൊടുക്കരുത്, ലാവണ്യ പറഞ്ഞു. അപ്പോൾ ഗീത അവളെ നോക്കി ഇങ്ങനെ പറഞ്ഞു. ആ കുട്ടി ക്യാഷിനു വേണ്ടി സിദ്ധാർത്ഥിന്റെ പിന്നാലെ വരുമെന്ന് എനിക്ക് തോന്നുന്നില്ല. മറ്റെന്തോ കാരണമുണ്ട്. നീലിമ ഞാൻ പരിചയപ്പെട്ടിടത്തോളം അത്ര മോശപ്പെട്ട പെൺകുട്ടിയല്ല. പക്ഷേ എന്റെ മകന്റെ ജീവിതത്തിലേക്ക് ഒരു കുട്ടിയൊക്കെയുള്ള പെൺകുട്ടി കയറി വരരുത് എന്ന് മാത്രമേ എനിക്കുള്ളൂ. അല്ലാതെ ആ കുട്ടിയോട് എനിക്ക് യാതൊരു തരത്തിലുള്ള വിരോധവുമില്ല. ഗീത പറഞ്ഞത് കേട്ട് ലാവണ്യ ആകെ വല്ലാതെയായി. നീലിമയെക്കുറിച്ച് അവർക്കുള്ള മതിപ്പ് അവരുടെ സംസാരത്തിൽ നിന്നും പ്രകടമായിരുന്നു. അതില്ലാതാക്കാനും കൂടി വേണ്ടിയായിരുന്നു അവൾ പൈസയ്ക്ക് വേണ്ടിയാണ് നീലിമ സിദ്ധാർത്ഥിനെ കൂടെ കൂടിയിരിക്കുന്നത് എന്ന് സ്ഥാപിക്കാൻ ശ്രമിച്ചത്. ആന്റിയുടെ വിശ്വാസം ആന്റിയെ രക്ഷിക്കട്ടെ. എനിക്ക് തോന്നിയത് ഞാൻ പറഞ്ഞതേ ഉള്ളൂ. സിദ്ധാർത്ഥിന് എന്തായാലും ഇങ്ങനെയുള്ളൊരു പെൺകുട്ടി ശരിയാവുമെന്ന് തോന്നുന്നില്ല. അവൻ കുട്ടിക്കാലം തൊട്ടുള്ള എന്റെ സുഹൃത്തല്ലേ. അവന്റെ കാര്യത്തിൽ എനിക്കും ആശങ്ക ഉണ്ടാവില്ലേ? അതുകൊണ്ട് മാത്രം ഞാൻ പറഞ്ഞതാട്ടോ. ലാവണ്യ നല്ല പിള്ള ചമയാൻ ശ്രമിച്ചു. അത് ഗീത വിശ്വസിക്കുകയും ചെയ്തു. എന്തായാലും ഞാൻ ഈ കാര്യം അവനോടൊന്ന് ചോദിച്ചു നോക്കട്ടെ, ഗീത ചോദിച്ചു. അയ്യോ വേണ്ട ആന്റി, അവനോട് ഇപ്പോൾ ഇതിനെക്കുറിച്ച് ചോദിക്കണ്ട. എന്തായാലും നമുക്ക് നോക്കാലോ എവിടെ വരെ പോവുമെന്ന്, ലാവണ്യ പറഞ്ഞു. അപ്പോൾ ഗീത അവൾ പറഞ്ഞത് ശ്രദ്ധിക്കാതെ മറ്റെന്തോ ചിന്തയിലായിരുന്നു.
താൻ വന്ന കാര്യം ഭംഗിയായി പൂർത്തിയായി എന്ന് മനസ്സിലായ ലാവണ്യ അപ്പോൾ ഗീതയെ നോക്കി പറഞ്ഞു, എന്നാ പിന്നെ ഞാൻ ഇറങ്ങട്ടെ ആന്റി, പിന്നെ വരാം. ഗീത ശരിയെന്ന് പറഞ്ഞു. ലാവണ്യ ഉടനെ അവിടെ നിന്നും ചിരിച്ചുകൊണ്ട് ഇറങ്ങിപ്പോയി. ലാവണ്യ ഇറങ്ങിപ്പോയ ശേഷമാണ് വിശ്വനാഥൻ മുറിയിൽ നിന്ന് ഗാർഡനിലേക്ക് വരുന്നത്. അപ്പോൾ തന്റെ ഭാര്യ എന്തോ ആലോചിച്ചുകൊണ്ട് വിഷമിച്ചിരിക്കുന്നത് അയാൾ കണ്ടു. അല്ല, ഇതെന്തു പറ്റി? നീ പൂക്കളെ നോക്കാൻ ഇറങ്ങിയതല്ലേ, എന്നിട്ടെങ്ങനെ ഇരുന്ന് വിഷമിക്കുന്ന എന്താ? എന്തു പറ്റി? ആരാ വന്നത്? ഭാര്യയോട് വിശ്വനാഥൻ ചോദിച്ചു. അത് നമ്മുടെ ലാവണ്യ മോളാണ്. അവളൊരു കാര്യം പറഞ്ഞു. അപ്പോൾ മുതല് എന്റെ മനസ്സമാധാനം പോയി. ഗീത പറഞ്ഞു. നിന്റെ മനസ്സമാധാനം കളയാനാണോ അവള് വന്നത്? അല്ല, എന്താ അവള് പറഞ്ഞത്? വിശ്വനാഥൻ ചോദിച്ചു. അവളെ കുറ്റം പറയണ്ട, അവൾ ഒരു തെറ്റും ചെയ്തിട്ടില്ല. നമ്മുടെ പുന്നാര മോനുണ്ടല്ലോ, അവനാ എല്ലാ തെറ്റും ചെയ്യുന്നത്. ഗീത പറഞ്ഞു. അവൻ എന്ത് ചെയ്തു? എന്തു പറ്റി? നീ വിശദമായിട്ട് പറ. അയാൾ വീണ്ടും ഭാര്യയോട് ചോദിച്ചു. ഒന്നും പറയണ്ട, അവൻ ഇന്നലെ ആ നീലിമയും കൊണ്ട് പാർക്കിലൊക്കെ പോയെന്ന്. ആരെങ്കിലും കണ്ടാൽ എന്താ കരുതുന്ന എന്റെ ഈശ്വര? കുടുംബത്തെ പറയിപ്പിക്കാൻ വേണ്ടി ഇറങ്ങിയിരിക്കുകയാണ് നിങ്ങളുടെ മോനെന്നാ എനിക്ക് തോന്നുന്നത്. ഗീത വെറുപ്പോടെ പറഞ്ഞു. എന്താ, നീലിമയും കൊണ്ട് പാർക്കിലേക്ക് പോയെന്നോ? ആര്? നമ്മുടെ മോനോ? നിനക്ക് വേറെ പണിയൊന്നുമില്ലേ? അവനൊന്നും ആയിരിക്കില്ല. അല്ല, അവളിത് നേരിട്ട് കണ്ടോ? വിശ്വനാഥൻ ചോദിച്ചു. അവള് കണ്ടോന്നുമില്ല, അവളോട് ആരോ വിളിച്ചു പറഞ്ഞതാ. ആ കുട്ടിയെ കുറ്റം പറയണ്ട, അവളൊന്നും തെറ്റായിട്ട് പറഞ്ഞിട്ടില്ല. അല്ലെങ്കിലും നമ്മുടെ മോൻ അങ്ങനെ ചെയ്തതുകൊണ്ടാണല്ലോ അവള് പറയുന്നത്. ഗീത വീണ്ടും പറഞ്ഞു. ഇപ്പോൾ വിശ്വനാഥൻ അവളെ നോക്കി. നീലിമയുടെ വിഷയം ഇങ്ങനെ വിട്ടാൽ പറ്റില്ല. ഇതിപ്പോ ഒരുപാടായി. പലയിടത്ത് വെച്ച് ഞാനും കേൾക്കുന്നുണ്ട്. അവന്റെ വിവാഹം കഴിഞ്ഞെന്ന് വരെ റൂമറുകളുണ്ട്. അത് അവന്റെ ഭാവിയെ തന്നെ ബാധിക്കില്ലേ? എന്തായാലും നമുക്ക് അവനോടൊന്ന് സംസാരിക്കാം. അല്ലെങ്കിൽ വേണ്ട, അവനോട് സംസാരിക്കുന്നതിലും നല്ലത് നീലിമയോട് സംസാരിക്കുന്നതാണ്. ആ കുട്ടി നല്ലൊരു പെൺകുട്ടിയാ, പറഞ്ഞാൽ മനസ്സിലാവും. അവന്റെ ജീവിതത്തിൽ നിന്ന് ഇറങ്ങിപ്പോവാൻ നമുക്ക് ആ കുട്ടിയോട് പറയാം. അവളത് നമുക്ക് വേണ്ടി ചെയ്യുമെന്ന് എന്റെ മനസ്സ് പറയുന്നു. വിശ്വനാഥൻ പറഞ്ഞു. അത് കേട്ട് ഗീതയ്ക്കും അത് ശരിയാണെന്ന് തോന്നി. എന്തായാലും ഞാൻ ഉടനെ ആ കുട്ടിയൊന്ന് കാണാൻ പോകുന്നുണ്ട്. ബാക്കി നമുക്ക് പിന്നീട് തീരുമാനിക്കാം. ഗീത ഭർത്താവിനോട് പറഞ്ഞു. അതാണ് നല്ലത്. ഇനി നീ ഇത് ആലോചിച്ചിരിക്കാതെ മറ്റെന്തെങ്കിലും ചെയ്യ്. ഇത് ഇത്ര വലിയ പ്രശ്നമൊന്നുമല്ല. അല്ലെങ്കിലും പരിഹരിക്കാൻ പറ്റാത്ത എന്ത് പ്രശ്നമാണുള്ളത്? വിശ്വനാഥൻ പറഞ്ഞു. ഗീത എന്നിട്ടും മനസ്സമാധാനമില്ലാത്ത മട്ടിൽ ചെടികൾക്കിടയിലൂടെ നടന്നു. വിശ്വനാഥൻ അത് നോക്കിക്കൊണ്ട് വരാന്തയിലേക്ക് കയറിയിരുന്നു. ഇതേ സമയം നീലിമ അവളുടെ ഓഫീസിലെ ക്യാബിനിലായിരുന്നു. തലേദിവസം പലയിടത്തും കറങ്ങാൻ സാധിച്ചതുകൊണ്ട് അവളുടെ മനസ്സ് വളരെയധികം സ്വസ്ഥമായിരുന്നു. ഓഫീസിലാണെങ്കിൽ അന്ന് അധികം ജോലിയുമില്ല. സാമലക്സ് വന്നിട്ടുമില്ല. അയാളില്ലാത്തതുകൊണ്ട് തന്നെ നീലിമയ്ക്ക് ബുദ്ധിമുട്ടില്ലാതെ ജോലി ചെയ്യാൻ സാധിക്കുന്നുണ്ടായിരുന്നു. അവൾ ഇതിനിടയിൽ ഓരോ കാര്യങ്ങൾ ഓർക്കുന്നുണ്ടായിരുന്നു. ഇന്നലെ താൻ സിദ്ധാർത്ഥിനെ കൈ ചേർത്ത് പിടിച്ചത് ലാവണ്യക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ലെന്ന് നീലിമയ്ക്ക് മനസ്സിലായിരുന്നു. അവൾ അശ്വിനെയും തന്നെയും ദ്രോഹിക്കാൻ എന്തെങ്കിലും പ്ലാൻ ചെയ്യുന്നുണ്ടോ എന്നായിരുന്നു അവളുടെ ആലോചന. ലാവണ്യ അതിനു മടിക്കില്ലെന്ന് നീലിമയ്ക്ക് അറിയാമായിരുന്നു. സിദ്ധാർത്ഥിനോടുള്ള നീലിമയുടെ ബന്ധം എന്താണെന്നറിയാൻ ലാവണ്യ വല്ലാതെ പരിശ്രമിക്കുന്നുണ്ടെന്ന് മുൻപേ നീലിമ മനസ്സിലാക്കിയിരുന്നു. അവൾ അങ്ങനെ ഓരോന്ന് ആലോചിച്ചിരുന്നു. സിദ്ധാർത്ഥിന് ലാവണ്യയെ തീരെ ഇഷ്ടമല്ല എന്ന് നീലിമയ്ക്കറിയാം. ഒരു സുഹൃത്ത് എന്നതിൽ കവിഞ്ഞ് ഒരടുപ്പവും ലാവണ്യവുമായി ഉണ്ടാക്കിയെടുക്കാൻ സിദ്ധാർത്ഥിന് താല്പര്യമില്ലെന്നും നീലിമയ്ക്കറിയാം. നീലിമയെ സംബന്ധിച്ച് ലാവണ്യ ഒരിക്കലും അവൾക്കൊരു എതിരാളിയായി തോന്നിയിട്ടില്ല. അവൾ അങ്ങനെ ഓരോന്നോർത്തിരിക്കെ പെട്ടെന്ന് നീലിമയുടെ ഫോണിലേക്ക് അറിയാത്തൊരു നമ്പറിൽ നിന്ന് കോൾ വന്നു. ഒന്ന് സംശയിച്ചു നിന്ന ശേഷം നീലിമ ഫോൺ എടുത്ത് ചെവിയോട് ചേർത്തു. ഹലോ, ആരാ? നീലിമ ചോദിച്ചു. മറുതലയ്ക്കിൽ നിന്നും കുറച്ചു നേരത്തേക്ക് ഒരു മറുപടിയും വന്നില്ല. നീലിമ വീണ്ടും ആരെന്ന് ചോദിക്കാൻ തുനിഞ്ഞതും മറുവശത്ത് നിന്ന് ഒരു സ്ത്രീ സംസാരിക്കാൻ തുടങ്ങി. ഇവിടെ വരാനൊക്കെ അത്രയ്ക്ക് സമയം വേണോ? ലാവണ്യ എരുതിയിൽ എണ്ണ ഒഴിക്കുന്ന മട്ടിൽ പറഞ്ഞു.